ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ട്രാവൽ സീരീസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. ബാംഗ്ലൂരിലെ ഇപ്പോൾ പുതുക്കി പണിഞ്ഞ ഈ ഒരു പുതിയ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് നമ്മുടെ പഴയ കാലത്തെ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ഒരു ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. നല്ലൊരു മനോഹരമായ ഗാർഡനും ഉണ്ട്. ഇഷ്ടം പോലെ നമുക്ക് ഡൊമസ്റ്റിക്കലി കറങ്ങി കാണാനുള്ള പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോർഡിങ്ങിലേക്ക് പോകാം. ബോർഡിങ്ങിലേക്ക് പോകുന്നത് നമ്മുടെ വിസ്താര എയർലൈനിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് വിസ്താര എയർലൈനിനെ പറ്റി. ടാറ്റയുടെ ഒരു മികച്ച എയർലൈൻ ഗ്രൂപ്പാണ് വിസ്താര. അപ്പോൾ വിസ്താരയിലുള്ള യാത്ര എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇൻറ്റീരിയറൊക്കെ നല്ല പക്ക പ്രീമിയമാണ്. എക്കണോമിക് ക്ലാസ് ആണെങ്കിൽ കൂടി നല്ല വൃത്തിയും അതുപോലെ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗപ്പൂർ എയർലൈൻസായിട്ട് ഇവർക്ക് അലയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇവർ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഫ്ലൈറ്റ് എടുക്കാറായി എന്നാണ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഫ്ലൈറ്റ് പതുക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഷെയ്ക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ടേക്ക് ഓഫാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ ആകാശ കാഴ്ചകൾ ഇനി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? നല്ലപോലെ സുഖമായി കടന്നുറങ്ങേണ്ട ഒരു കാലാവസ്ഥയാണ്. നല്ല മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയാണ് ബാംഗ്ലൂർ എപ്പോഴും. ആ ഒരു മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. രാവിലെ 9:30-10 മണിക്കുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഉച്ചയിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ബാംഗ്ലൂരത്തെ അവസ്ഥ. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡ് ട്രാവൽ സീരീസ് ഇഷ്ടമായി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് എത്തിക്കാം. സോളോ ട്രിപ്പ് ഇങ്ങനെ ചെയ്തു തുടങ്ങിയാലാണ് ഇനി വരും ഭാവിയിൽ നമുക്ക് ഒരുപാട് യാത്രകൾ പോകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസം വരാൻ കൂടിയാണ് ഈ ഒരു യാത്ര നമ്മൾ പോകുന്നത്. ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പോയി നോക്കാം, വരുന്ന പോലെ കാണാം എന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നല്ല നല്ല വീഡിയോസ് വരും. ഫുഡിനുള്ള ടൈമായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും തുറന്ന് നോക്കാം. ഫോർക്കും ഫോണൊക്കെ അങ്ങനെയുള്ള ഒരു സെറ്റ് ഉണ്ട്. നോൺ വെജാണ് പറഞ്ഞത്, ഓംപ്ലേറ്റ് ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും തുറന്ന് നോക്കാം. പിന്നെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്, ഒരു കട്ട്ലേറ്റ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, ബണ്ണുണ്ട്, ബട്ടർ ഉണ്ട്. എന്തായാലും കൊള്ളാം. നല്ല ഫുഡായിരുന്നു. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. പിന്നെ ഇവരുടെ വാഷ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ. നല്ല നീറ്റ് വാഷ്റൂമാണ്. സോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബാഡ് സ്മെല്ല് അങ്ങനെയുള്ള ഒന്നുമില്ല. മുന്നേ ഞാൻ എയർ ഇന്ത്യയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് അതുമായി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. എയർ ഇന്ത്യയുടെ അവസ്ഥ എനിക്ക് കമ്പയർ ചെയ്യാം. അതുപോലെ വിസ്താര ആവാതിരുന്നാൽ മതിയായിരുന്നു. ടാറ്റ നല്ലപോലെ കൊണ്ടുപോയാൽ ടാറ്റയ്ക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ഏകദേശം ഗുവാഹത്തി എത്താറായിട്ടുണ്ട്. അവിടുത്തെ ആകാശ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം ചൂടും മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. ഞാൻ ഗുവാഹത്തി ഇറങ്ങി മേഘാലയ പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ ആസാം ഒന്ന് ടച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി പിന്നീട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും എനിക്ക് അത്ര പരിചയമില്ല. ഗുവാഹത്തി ഒന്നും കൂടി ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആവാനുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇറങ്ങി നേരെ മേഘാലയക്കാണ് പോകുന്നത്. ഒരു ഷെയർ ടാക്സി എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കാഴ്ചകൾ കാണാം. എയർപോർട്ടിൽ നിന്ന് നേരെ ഷെയർ ടാക്സി എടുത്ത് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ മികച്ചൊരു ധാബ, നല്ല ഫ്രഷ് ഫുഡ് കിട്ടും, ലോക്കൽ ഫുഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കയറി കഴിക്കാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ്. ആളൊന്നും കഴിച്ചിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഊണിൻ്റെ ഒരു സെറ്റ് കേട്ടോ. അത്യാവശ്യം വെജ് ഐറ്റംസ് ഒരുപാടുണ്ട്. കുറച്ച് ചിക്കൻ കറി ഉണ്ട്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് മോമോസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100 രൂപയാണ് ഇതിനായത് കേട്ടോ. ഇവിടെ മൊത്തം ഭക്ഷണം വെക്കുന്നതും കൗണ്ടറിലൊക്കെ സ്ത്രീകളാണ്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. അപ്പം ഞാൻ നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു, ഇതെന്താണ് സംഭവം, മൊത്തം സ്ത്രീകളാണല്ലോ ഇവിടെ ഹോട്ടലിൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് ഇവിടെ അങ്ങനെയാണ്. സ്വതവേ സംരംഭകളാകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അവർ മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിപ്പോൾ ഒരുവിധം മേഖലയിലൊക്കെ സ്ത്രീകളാണ് ഇവിടെ മുൻപന്തിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വുമൺ എംപവർമെൻറ്റിൻ്റെ നല്ലൊരു മാതൃകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് സംസാരം മാത്രമേ ഉള്ളൂ. ഇവരത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിക്കുകയാണ്. കാരണം എല്ലാ മേഖലയിലും സ്ത്രീകളാണ് ഇവിടെ മുൻപന്തിയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെ. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഈ ഒരു സംസ്ഥാനത്തിന് ഉണ്ടാവട്ടെ. എന്തായാലും നമ്മുടെ നാട്ടിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരട്ടെ, സംസാരത്തിൽ ഒതുങ്ങാതെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മേഘാലയ റൂട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആസാം ടു മേഘാലയ ഇൻ്റർസ്റ്റേറ്റ് റോഡാണ്. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി 4 ലൈൻ റോഡാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ വരുന്ന കഴിഞ്ഞൊരു 5-6 വർഷത്തിൽ വന്ന മാറ്റമാണ് എന്നാണ് ഡ്രൈവർ പറഞ്ഞു തന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് ഗൂഡ്സ് ലൈൻ ഒക്കെ നമുക്ക് കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർമ്മിക്കുന്ന പുതിയ ഡെവലപ്മെൻറ്റിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയ റോഡുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ നാട് ഡെവലപ്പ് ആവുന്നതിൽ അത്രയും ഇവർക്ക് നല്ല ഹാപ്പിയാണ്. കാരണം ഇത് ഡെവലപ്പ് ആയാലാണ് ഇവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മെച്ചമെന്നുള്ളൂ എന്നുള്ള കറക്റ്റ് ബോധ്യമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. കാരണം കുറച്ച് നേരം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഷെയർ ടാക്സിയിൽ 1-2 പേര് കൂടി ഉണ്ട് നമ്മുടെ കൂടെ.
അപ്പോൾ എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇവരുടെ നാട് ഡെവലപ്പ് ആവട്ടെ. എപ്പോഴും പിന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നാണ് നമുക്ക് ആസാമും മേഘാലയൊക്കെ കേൾക്കാറ്. ഡെവലപ്പായി വരട്ടെ. നമ്മുടെ നാട്ടിലും ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് എൻജോയ് ചെയ്യാം. അടിപൊളി ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. എന്തായാലും നമ്മുടെ റൂം എത്താറായിട്ടുണ്ട്. അത്യാവശ്യം സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും റൂം ഞാൻ ചെറിയൊരു കോട്ടേജ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ഇന്നിനി അവിടെ പോയി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ മുതൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. അടിപൊളി ഒരു സ്ഥലം. കേരളത്തിൽ നിന്ന് വിട്ട് എനിക്ക് ഇത്ര ഇഷ്ടമായൊരു സ്ഥലം ഇത് തന്നെ എന്ന് പറയാൻ. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഫീലാണ് ഇവിടെ വരുമ്പോൾ. ഒരു സ്പെഷ്യൽ വൈബാണ്. എന്തായാലും നമ്മൾ റൂം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു കോട്ടേജാണ്. ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ ചെറിയൊരു റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇന്നിവിടെ സ്റ്റേ ആണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.